നാം ബന്ധപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് രൂത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ ഈ അധ്യായം വായിച്ചപ്പോൾ നവോമിയെയും രൂത്തിനെയും വീണ്ടെടുക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു ചാർച്ചക്കാരനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹം അതിനെ നിരസിച്ചത് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ളൊരു നഷ്ടം ഉണ്ടാകും, അതായത് ഈ ഒരു കാര്യം ഏറ്റെടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് യാതൊരു നേട്ടവുമില്ല എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് താനത് നിരസിച്ചത്. ഇദ്ദേഹത്തെ പറ്റിയുള്ള മറ്റൊരു വിരോധാഭാസം ഇതിലുണ്ട്. ദർ ഇസ് അനദർ ബിഗ് ഐറണി അബൌട്ട് ദിസ് മാൻ ഇൻ ദ സ്റ്റോറി. ഹീ റിജക്റ്റഡ് ദിസ് പ്രപ്പോസൽ because he wanted his name to be perpetuated. ഈ ഒരു ആലോചന അദ്ദേഹം നിരസിച്ചതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കണം. He wanted his name to be remembered. അത് എല്ലായ്പ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് ഓർക്കണമെന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം ഈ ഒരു പ്രപ്പോസൽ നിരസിച്ചു. And yet in the supervision of the Holy Spirit under whom the author composed this book, the author leaves out the name of the relative. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താൽ ഈ പുസ്തകം എഴുതിയത് ആരാണോ അദ്ദേഹം ഈ വ്യക്തിയുടെ പേരിനെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പേരറിയാവുന്നവർ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ തലമുറ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പേരിനെ അറിയുന്നുണ്ടോ? നോ വൺ. There is no one apart from his generation who knew his name. This was a judgment for someone who cared only for his name and wanted to be remembered. തൻ്റെ പേരിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ പേര് എല്ലാവരും ഓർക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ഇത്. കാലം ഇത്രയും കഴിഞ്ഞുപോയി. നമ്മളിപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് നിൽക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ. അതായത് ഏകദേശം ഒരു 3000 വർഷത്തിനിപ്പുറം ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ആർക്കും അറിയത്തില്ല. ഹൗ ആർ ദ സെൽഫിഷ് ആൻഡ് ദി അറ്റൻഷൻ സീക്കിംഗ് പീപ്പിൾ അമംഗ് അസ് ഗോയിങ് ടു ബി റിമെമ്പേർഡ്? സ്വന്തം പേരിനെ പറ്റിയും എല്ലാവരുടെയും ശ്രദ്ധ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന അനേകം പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരെങ്ങനെയാണ് ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത്? Are they going to even be remembered at all? അവരെ ഇനിയുള്ള തലമുറ ഓർക്കുക പോലും ചെയ്യുമോ? God's judgment comes on those who seek to make their name known by thwarting every effort they take to promote their name. സ്വന്തം പേരിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിനു വേണ്ടിയിട്ട് ഏത് പ്രയത്നവും ചെയ്യുന്ന ആ വ്യക്തിയുടെ എല്ലാ പ്രയത്നത്തെയും ദൈവം നീക്കി മാറ്റി അതിലൂടെ ദൈവം ആ ന്യായവിധിയെ കൊണ്ടുവരും. ടു മേക്ക് എ നെയിം ഫോർ അവർ സെൽസ്, നമുക്കായിട്ടൊരു പേരുണ്ടാക്കണം. ഇത് ഇവിടെ മാത്രം ഉണ്ടായ ഒരു കാര്യമല്ല. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിനോട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ ഒരു ഉദ്ദേശം തന്നെ അതായിരുന്നു. One of the main intents of constructing the Tower of Babel was that they should make a name for themselves. But what did God do? God thwarted their plans by scattering them. അവരെ ചിതറിച്ചതിലൂടെ അവരുടെ പ്ലാനുകളെല്ലാം ദൈവം നിഷ്ഫലമാക്കി. Because this relative was concerned about his own name, God made sure that his name itself would not be remembered. ഇദ്ദേഹത്തിൻ്റെ പേരിനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഈ ചാർച്ചക്കാരനോട് ദൈവം എന്താണ് ചെയ്തത്? ഒരു രീതിയിൽ പോലും, ഒരു രേഖകളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ പേര് ഇല്ലാതിരിക്കെ ഉള്ള ഒരു ക്രിയ ദൈവം ചെയ്തു. All what we know is that his heart and character was filled with selfishness. നമ്മൾ ഈ വ്യക്തിയെ പറ്റി അറിയാവുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ദിവസം ഇദ്ദേഹത്തെ പറ്റി എന്താണ് അറിയുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതെന്നറിയാം. സ്വാർത്ഥതയാൽ നിറഞ്ഞവനാണെന്നറിയാം. പേരറിയില്ല. ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് വാട്ട് ഹി ഈസ്.
ബട്ട് വി ഡോണ്ട് നോ ഹിസ് നെയിം. മറുവശത്ത് ഇന്നും ബോസിൻ്റെ പേര് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വി ഡിസ്കസ് ആൻഡ് റിമെമ്പർ ബോസസ് നെയിം ആസ് ഹീ ഈസ് നോട്ട് ഈവൻ ബോതർഡ് അബൌട്ട് ഹിസ് നെയിം അറ്റ് ഓൾ. ഇവിടെ മറ്റൊരു വ്യക്തിക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കുമോ ചെയ്യില്ലയോ എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു ചിന്തയുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു? ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇഫ് വി ആർ സെൽഫ് സീക്കിംഗ് ആൻഡ് ഫെയിം വർഷിപ്പേഴ്സ്, വി ആർ നോട്ട് ഗോയിങ് ടു ബി റിമെമ്പേർഡ് ദ വേ വി വോണ്ട്. സ്വന്തം കാര്യങ്ങളെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ, പ്രശസ്തിയെ ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഒരു ആളാണ് നമ്മളെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ ജനം ഓർക്കത്തില്ല. വി ആർ ഗോയിങ് ടു ബി റിമെമ്പേർഡ് ഫോർ ദ ട്രൂ ഇൻറ്റൻഷൻസ് ഓഫ് അവർ ഹാർട്ട്. നമ്മളുടെ തലമുറയും നമുക്ക് ശേഷം വരുന്ന തലമുറയും നമ്മളെപ്പറ്റി എന്തായിരിക്കും പറയുന്നത്? നമ്മൾ പ്രശസ്തിയെപ്പറ്റി മാത്രം ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അതേ ഓർക്കത്തുള്ളൂ ജനം. ദാറ്റ്സ് ഓൾ വാട്ട് പീപ്പിൾ വിൽ റിമെമ്പർ വൺസ് വി ആർ ഡെഡ് ആൻഡ് ഗോൺ. We would want greatness because we are self-seeking. നമ്മൾ സ്വയത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് ശ്രേഷ്ഠത എപ്പോഴും ഒരു അംബീഷനാണ്. ബട്ട് വാട്ട് ഡു വി ഗെറ്റ്? വി ഗെറ്റ് ഷെയിം ബിക്കോസ് ഗോഡ് ഇസ് ജസ്റ്റ്. ദൈവം നീതിമാനായതുകൊണ്ട് നമുക്ക് ശ്രേഷ്ഠതയല്ല, ലജ്ജയാണ്, നാണക്കേടാണ് ലഭിക്കുന്നത്. നമുക്ക് 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തന്നെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് ഇസ്രായേലിൽ പണ്ട് നടപ്പായിരുന്നു. ഓക്കെ, അന്ന് ഈ വീണ്ടെടുപ്പിൻ്റെ കാര്യവും അതുപോലെ തന്നെ വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു ക്രിയ നടക്കുമ്പോൾ ആ ഡീല് ഫൈനലാണ്, അത് ഉറപ്പായി എന്ന് എങ്ങനെ കാണികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാലിലുള്ള ചെരുപ്പ് ഊരി മറ്റേ ഒരാൾക്ക് കൊടുക്കുന്നത്. ഇനി 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു തന്റെ ചെരുപ്പ് ഊരി കൊടുത്തു. Okay, so the guardian redeemer in verse 8 removed his sandal and gave it to Boaz to show the world that he gave his right to Boaz legally. ഈ ചർച്ചക്കാരൻ തൻ്റെ ചെരുപ്പ് ഊരിയിട്ട് ബോസിന് കൊടുത്തു. ഇതുവഴി ലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്താ? നിയമപ്രകാരം ഈ വ്യക്തി ഈ വീണ്ടെടുപ്പിൻ്റെ അവകാശം ബോസിന് കൈമാറി എന്നുള്ളത് ഇവിടെ കാണിച്ചു കൊടുത്തു. And then Boaz in verse 9 announces that he has bought all the property of Elimelech, Mahlon and Kilion. എലിമെലെക്കിൻ്റെയും മഹലോൻ്റെയും കില്യോൻ്റെയും എല്ലാ നിലങ്ങളും ഇദ്ദേഹം വാങ്ങി. അതോടൊപ്പം തന്നെ രൂത്തിനെയും താൻ അവകാശമാക്കി. എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഗ്രാമത്തിൻ്റെ ഇടയിലും ചാർച്ചക്കാരുടെ ഇടയിലും ഇവരുടെ പേര് അന്യം നിന്ന് പോകാതിരിക്കാൻ. സോ ദാറ്റ് ദ നെയിം ഓഫ് ദ ഡിസീസ്ഡ് would not disappear from the relatives. ഈ പഴയ നിയമ പശ്ചാത്തലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. The choice of not marrying Ruth and performing the levirate marriage is an act of shame. റൂത്തിനെ വിവാഹം ചെയ്യാതിരിക്കുന്ന തീരുമാനവും അതുപോലെ തന്നെ സഹോദരൻ്റെ വിധേയായ ഭാര്യയെ വിവാഹം ചെയ്യാതിരിക്കുന്ന ആ ഒരു കാര്യം അതൊരു നാണക്കേടിൻ്റെ ക്രിയയാണ്. Because the relative has no regard for the clan, for the family members and their standing in the village. അവരുടെ കുലത്തെ പറ്റിയും കുടുംബാംഗങ്ങളെ പറ്റിയും ആ ഗ്രാമത്തിലുള്ളവരുടെ സ്ഥാനത്തെ പറ്റിയും ചിന്തയില്ലാത്തതുകൊണ്ട് ഇതൊരു നാണക്കേടിൻ്റെ ക്രിയയാണ്. നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഏത് ഭാഗം വായിക്കുമ്പോഴും ഇതിൻ്റെ ഒരു ലീഗൽ സൈഡ് അറിയണമെങ്കിൽ പെന്ററ്റൂക്ക് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. ആവർത്തന പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇങ്ങനൊരു കേസ് നടക്കുവാണെങ്കിൽ, അതായത് ഇങ്ങനൊരു കാര്യം ആരെങ്കിലും നിരസിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് അവിടെ പറയുന്നത്. വായിച്ചു 5 മുതൽ 10 വരെ. സഹോദരന്മാർ ഒന്നിച്ച് പറയുമ്പോൾ അവന് ഒരുത്തൻ മകനില്ലാതെ മരിച്ചു പോയാൽ
മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തിന് ആകരുത്. ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കരുത്. അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ അവന്റെ പേർക്ക് കണക്ക് കൂട്ടണം. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവൻ മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ ദേവന് തന്റെ സഹോദരന്റെ പേർ ഇസ്രയേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല, എന്നോട് ദേവധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം. അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവിടെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഖണ്ഡിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് അവന്റെ മുഖത്ത് തുപ്പി, സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം. ചെരുപ്പഴിച്ചവന്റെ കുടുംബം എന്ന് ഇസ്രയേലിൽ അവന്റെ കുടുംബത്തിന് അവർ പറയും. ഓക്കെ, അപ്പോൾ ഈ വായിച്ച 6 വാക്യങ്ങളിൽ നമ്മൾ എന്താ കാണുന്നത്? ദിസ് ഇസ് ആൻ ആക്ട് ദാറ്റ് റൂത്ത് ഹെർസെൽഫ് കുഡ് ഹാവ് ഡൺ. ഇവിടെ രൂത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ രൂത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിച്ചത്. രൂത്തിന് ഈ ചാർച്ചക്കാരൻ്റെ ചെരുപ്പ് ഊരി അയാളുടെ മുഖത്ത് തുപ്പിയിട്ട് ഇങ്ങനൊരു ശാപവാക്കും കൊടുത്തുവിടാം. ബട്ട് ഇൻ ഹിയർ in Ruth 4, we don't see Boaz and Ruth insisting that such an action be taken on the relative. എന്നാൽ ഇപ്രകാരമുള്ള ഒരു ക്രിയ ഈ ചാർച്ചക്കാരനോട് ചെയ്യണമെന്ന് ഈ ബോസും രൂത്തും ഇവിടെ നിർബന്ധം പിടിക്കുന്നില്ല. ഈവൻ ദോ ഹി ഡിസേർവ്സ് ഇറ്റ്. ഇങ്ങനെ ഒരു കാര്യത്തിന് ഇദ്ദേഹം അർഹനാണ് എങ്കിൽ പോലും ഇവരത് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല. വൈ? See, they don't need to bring a bad name on a person who has already brought a bad opinion on himself. സ്വന്തം ക്രിയകളുടെ മേൽ ഒരു മോശ അഭിപ്രായം വരുത്തി വെച്ചവൻ്റെ മുകളിൽ ഇനിയും ഒരു ചീത്തപ്പേര് വെക്കേണ്ട കാര്യം ഇവർക്കില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ദി എൽഡേഴ്സ് ദ മാൻ ഹസ് ഓൾറെഡി പ്രൂവ്ഡ് ഹിസ് ക്യാരക്ടർ. ഈ മൂപ്പന്മാരുടെ മുമ്പാകെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. Ruth didn't have to spit on his face and announce him as the man whose family is unsandaled. ചെരുപ്പില്ലാത്തതിൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് രൂത്തിന് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പേണ്ട ഒരു കാര്യമില്ല. ഹീസ് ഓൾറെഡി റിമൂവ്ഡ് സാൻഡൽ. ഇദ്ദേഹം ഓൾറെഡി ചെരുപ്പ് ഊരി കൊടുത്തല്ലോ. ഊരി കൊടുത്ത ചെരുപ്പ് പിന്നെ ഊരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാ. വാട്ട് മോർ കുഡ് ബി ഡൺ ടു ദിസ് മാൻ? നത്തിങ്. ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യേണ്ടത് ഇദ്ദേഹത്തോട്? ഒന്നും ചെയ്യാനില്ല. So the lesson here is, once a person has revealed who he is, it is best to leave him in his unrepentant state in the hands of God, because nothing is ever going to change him. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാപത്തിനോടുള്ള ബന്ധത്തിൽ ആ പാപത്തെ വിട്ടൊഴിയുവാൻ തനിക്ക് ഒരു മനസ്സുമില്ല എന്നുള്ളതും ആ പാപത്തിൽ താൻ മുറുകെ പിടിക്കുന്നു എന്നുള്ളതും പ്രകടമാക്കിയാൽ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല. ആ മാനസാന്തരമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ വിടുക തന്നെ ചെയ്യണം. അതും ദൈവത്തിൻ്റെ കൈകളിലേക്ക് അങ്ങ് വിടുകയും ചെയ്യണം. കാരണം ഇനി പറയുന്ന ഒരു കാര്യം പോലും ചെയ്യുന്ന ഒരു കാര്യം പോലും അദ്ദേഹത്തിന് ഏക്കത്തില്ല. There is nothing that is going to change him, and that's a scary thing. പാപത്തിൽ തുടർന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. See, when God hands you over to the desires of your evil heart, there is nothing that you can do to come out of that. നിങ്ങളുടെ ദോഷമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നും തിരിച്ചു വരാനുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു വഴിയും അതിലില്ല. അതൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ സീക്ക് ഗോഡ് വൈൽ യു ക്യാൻ. കഴിവുള്ള സമയത്ത് ദൈവത്തെ അന്വേഷിച്ച് തിരികെ വരണം. ആൻഡ് നൗ ദി എൽഡേഴ്സ് who had come to witness all that had happened, what did they say to Boaz? Let's look at verse 11. 11ാമത്തെ വാക്യം. അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരിൽ പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. എഫ്രാത്തയിൽ നീ പ്രബലനും ബേത്ലഹേമിൽ വിശ്രുതനുമായിരിക്കാം. ഓക്കെ, ഒരു പ്രത്യേക അനുഗ്രഹമാണ് ബോസിനെ വിവാഹം ചെയ്യാൻ പോകുന്ന രൂത്തിന്
കൊടുക്കുന്നത് ഈ മൂപ്പന്മാരെല്ലാവരും. സോ വൈ ദ ബ്ലെസ്സിങ് ടു റൂത്ത് ടു ബി ലൈക്ക് റേച്ചൽ ആൻഡ് ലിയ? റാഹേലിനെ പോലെയും ലേയെ പോലെയും ഉള്ള ഒരു അനുഗ്രഹം എന്തിനാണ് രൂത്തിന് കൊടുക്കുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമ്മളവിടെ കാണുന്നത് വി സീ ദ പവർ ഓഫ് ഗോഡ് ഓവർ ലൈഫ് ബീങ് എക്സിബിറ്റഡ് വെരി ക്ലിയർലി ഇൻ പീപ്പിൾ ലൈക്ക് സാറ, റേച്ചൽ, ലിയ ആൻഡ് സോ ഓൺ. ദൈവത്തിൻ്റെ ശക്തി, ജീവന് മേലുള്ള ദൈവത്തിൻ്റെ ശക്തി വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാറ, റാഹേല്, ലേയ തുടങ്ങിയ സ്ത്രീകളിലൂടെയാണ്. കാരണം അവരുടെ ഒരു കാലഘട്ടത്തിൽ, അവർക്ക് മക്കളുണ്ടാവാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവമാണ് അവരുടെ ഉദരത്തെ തുറന്നത്. സാറയുടെ കാര്യത്തിലായാലും റാഹേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ലേയുടെ കാര്യത്തിലാണെങ്കിലും, അതല്ല റെബേക്കയുടെ കാര്യത്തിലാണെങ്കിൽ പോലും 20 വർഷം റെബേക്ക അങ്ങനെ തന്നെയായിരുന്നല്ലോ. വി സീ ദറ്റ് ഗോഡ് യൂസസ് ബാരൻ വിമൻ and enables them to conceive and bring forth children who would continue the covenant that God made with Abraham, Isaac and Jacob. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ദൈവം ചെയ്ത ഉടമ്പടി അത് തുടർമാനമായിട്ട് പോകുവാൻ വേണ്ടിയിട്ട് ദൈവം മച്ചിയായ സ്ത്രീകളെ ഉപയോഗിച്ച് അവരെ പ്രസവിക്കുമാറാക്കി അവർക്ക് മക്കളെ ദൈവം കൊടുത്തു, അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. By this work of God, the two women, that is Leah and Rachel, together they built the house of Israel, who would be the kingdom of priests and a covenant people to the world. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയാൽ റാഹേലും ലേയായും എന്നുള്ള ഈ 2 സ്ത്രീകളിലൂടെ അവർ ഒരുമിച്ച് ഇസ്രായേൽ ഗ്രഹം പണിയും. ഇസ്രായേൽ ഗ്രഹം പിന്നീട് എന്തായി തീരും? ഒരു രാജകീയ പുരോഹിത വർഗമായി തീർന്ന് ദൈവത്തിൻ്റെ ഒരു ഉടമ്പടി ജനമായിട്ട് ലോകത്തിന് മുമ്പാകെ നിലനിൽക്കും. See, it is this very same blessing that the elders give to Ruth. ഇതേ അനുഗ്രഹം തന്നെയാണ് റൂത്തിനും കൊടുക്കുന്നത്. This blessing is aimed in a way that wishes Ruth, who is barren until now, to have children, so that through the offspring the house of Israel is further built, and that she may have the same standing that Leah and Rachel have when the nation of Israel is mentioned. ഇസ്രായേൽ എന്ന ദേശത്തെ പറ്റിയുള്ള പരാമർശം വരുമ്പോൾ എപ്രകാരം ലേയും റാഹേലിനെയും അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടോ അപ്രകാരമുള്ള ഒരു സ്ഥാനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മച്ചിയായിരിക്കുന്ന രൂത്തിന് ആ അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ സ്ഥാനം കൊടുക്കുന്നതിലൂടെ ഇസ്രായേൽ ഗ്രഹം ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് പണിയണം. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം ഏതാ? വാട്ട് ടൈം പീരീഡ് ആർ വി ലുക്കിംഗ് അറ്റ്? ദ ജഡ്ജസ്, വേർ ദ നേഷൻ ഇസ് ആക്ച്വലി ഗെറ്റിംഗ് വീക്കൻഡ് വിത്ത് ഈച്ച് പാസിംഗ് ജഡ്ജ്. ഓരോ ന്യായാധിപന്മാർ വന്നു പോകുന്തോറും ഈ രാജ്യം ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇങ്ങനൊരു അനുഗ്രഹം ഇവിടെ ഉണ്ടായേ പറ്റൂ. ഒരു രാജാവ് വരണം. ഈ കാലത്ത് രാജാവില്ല, ഓരോരുത്തരും തനിക്ക് ബോധിച്ചവരെ പോലെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു രാജാവ് വരണമെങ്കിൽ ഇങ്ങനൊരു അനുഗ്രഹം ഉണ്ടായേ പറ്റൂ. സോ വി നീഡ് ടു സീ ദ ബുക്ക് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ടൈം പീരിയഡ് ദാറ്റ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ഹാപ്പനിങ്. ഈ നടക്കുന്ന കാലയളവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ സത്യങ്ങളെല്ലാം കാണാൻ. ആൻഡ് നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വേഴ്സ് 12. ദിസ് ഇസ് ദ ബ്ലെസ്സിങ് ഫോർ ബോസ്. ബോസിനുള്ള അനുഗ്രഹമാണ് 12ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയായിക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗൃഹം പോലെ ആയിത്തീരട്ടെ. ഓക്കെ, അതിനു മുമ്പ് 11ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം കൂടെ, എഫ്രാത്ത ബെത്ലഹേം എന്നുള്ള ഭാഗമുണ്ടല്ലോ. ഓക്കെ, എഫ്രാത്തയിൽ പ്രബലനും ഒക്കെ ആയിരിക്കാൻ. മേ യു ഹാവ് എ ഗുഡ് സ്റ്റാൻഡിങ് ഇൻ എഫ്രാത്ത ആൻഡ് ബി ഫേമസ് ഇൻ ബെത്ലഹേം. ബെത്ലഹേം എന്നുള്ള പദപ്രയോഗം അല്ലെങ്കിൽ ആ പേര് ഇതിനു മുമ്പുള്ള കഴിഞ്ഞ 3 തവണ അത് പരാമർശിക്കപ്പെട്ടപ്പോൾ അത് ന്യായാധിപന്മാരുടെ പുസ്തകം 2 തവണയും രൂത്തിന്റെ പുസ്തകം 1 തവണയും ഇതിനു മുമ്പ് പരാമർശിക്കപ്പെട്ടതാണ്. ആ സമയത്തെല്ലാം അതിനെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അതിനെ ചുറ്റിപ്പറ്റി നിന്നിരുന്നത്. ബട്ട് നൗ വി ഹാവ് ഇൻ ബെത്ലഹേം എ മാൻ ഹു ഇമേജസ് ഗോഡ് അൺലൈക്ക് അതേഴ്സ് ഹു ബ്രോട്ട് ഷെയിം ടു ഗോഡ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 2 തവണയും ഈ പുസ്തകത്തിൽ 1 തവണയും ബെത്ലഹേം എന്നുള്ള പേരിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് നാണക്കേടുണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ ദൈവത്തെ ഇമേജ് ചെയ്യുന്ന
ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇവിടെ ബോസിനെ അനുഗ്രഹിക്കുന്നത്. ദ ബ്ലെസ്സിങ് ഇസ് ദാറ്റ് വാട്ട് എവർ ബോസ് ഇസ് ഡൂയിങ് നൗ ടിൽ നൗ മസ്റ്റ് ബി കണ്ടിന്യൂഡ് ഹെൻസ് ഫോർത്ത്. ഇതുവരെ ബോസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനിയും തുടർന്നു പോകണം. ആൻഡ് അനദർ ബ്ലെസ്സിങ് ഇസ് ദാറ്റ് ത്രൂ ദി ഓഫ് സ്പ്രിങ് ദാറ്റ് ദേ വിൽ ഹാവ്, ബോസ് ആൻഡ് റൂത്ത് വിൽ ഹാവ്, ദർ ഫാമിലി വിൽ ബി ലൈക്ക് ദാറ്റ് ഓഫ് പെരേസ്. പെരേസിൻ്റെ കുടുംബത്തെ പോലുള്ള ഒരു അനുഗ്രഹം ഇവർക്കുണ്ടാവണം. നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ എൽഡേഴ്സ് ബ്രിങ് താമാർ ഇൻ ടു ദി ഇക്വേഷൻ. പെരേസിൻ്റെ മാതാവായ താമാറിനെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ വാട്ട് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ റൂത്ത് ആൻഡ് താമാർ? സാമ്യങ്ങൾ എന്താണ് ഈ രണ്ട് സ്ത്രീകൾ തമ്മിൽ? ഒന്ന്, ബോത്ത് ഓഫ് ദം ആർ ഫോറിനേഴ്സ് മാരിഡ് ടു ജൂസ്. മോബി സ്ത്രീയായ രൂത്തും കനാനി സ്ത്രീയായ താമാറും വിവാഹം ചെയ്തത് യഹൂദന്മാരോടാണ്. അതൊന്നാമത്തെ സാമ്യം. സെക്കൻഡ്, ബോത്ത് ഹാഡ് ഫസ്റ്റ് ഹസ്ബൻഡ്സ് ഹു ഡൈഡ് ഏർലിയർ. ഇരുവർക്കും മുൻ ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അവരെല്ലാവരും മരിച്ചുപോയി. ദെൻ തേർഡ്, ബോത്ത് ഓഫ് ദം പാർട്ടിസിപ്പേറ്റഡ് ഇൻ ലെവറേറ്റ് മാരേജസ്. താമാറിൻ്റെ ആദ്യ ഭർത്താവ് ഏർ, അത് കഴിഞ്ഞിട്ട് ഓനാൻ എന്നുള്ള ചരിത്രം നമുക്ക് ഉൽപ്പത്തി 38 അറിയാം. അതുപോലെ തന്നെ ഇവിടെ രൂത്ത് ആരുടെ ഭാര്യയാണ്? മഹലോൻ്റെ ആണോ ഗില്യൻ്റെ ആണോ? മഹലോൻ്റെ. മഹലോൻ കഴിഞ്ഞ് ഇപ്പോൾ ആരായി? ബോസായി. സോ യു ഹാവ് ലെവറേറ്റ് മാരേജസ് ഇൻ ബോത്ത് കേസസ്. പിന്നെ നാലാമതായിട്ട്, ബോത്ത് ബോർ സൺസ് ഇൻ ദ ഡേവിഡിക് മെസ്സിയാനിക് ലൈൻ. ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ മശീഹയുടെ ആ ഒരു വംശപാരമ്പര്യം ഉണ്ടല്ലോ, അതിൽ ഇവർ രണ്ടുപേരും മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. ആൻഡ് ഫിഫ്ത്ത്, ബോത്ത് പെർപെച്വേറ്റഡ് എ ഫാമിലി ലൈൻ ദാറ്റ് വാസ് ത്രട്ടൻഡ് വിത്ത് എക്സ്റ്റിങ്ഷൻ. വംശനാശം എന്നുള്ള ഒരു അപകടം ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നും രണ്ടുപേർക്ക് ഒരു കുടുംബം ഉണ്ടാവും. ഈ 5 കാര്യങ്ങളാണ് ഈ രണ്ട് കൂട്ടരെയും ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. സോ വൈ ദ ബ്ലെസ്സിങ് ടു ബി ലൈക്ക് പെരേസ്? പെരേസ് എന്നുള്ള വ്യക്തിയെ പോലെ എന്ത് അനുഗ്രഹമാണ് ബോസിനുണ്ടായിരുന്നത്? പെരേസസ് ഡിസെൻഡൻസ് ഇൻക്ലൂഡഡ് മെനി ലീഡേഴ്സ് ഹൂ വെർ എ ബ്ലെസ്സിങ് ടു ഇസ്രായേൽ. പെരേസിൽ നിന്നും വന്ന അനേകം നേതാക്കന്മാർ ഇസ്രായേൽ മക്കൾക്ക് അനുഗ്രഹപാത്രമായി തീർന്നു. ജൂഡ led the Israelites in the wilderness march and in the conquest. If you read Numbers 10 verse 14 and Judges 1 verse 1 and 2, മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ക്രമം നമ്മൾ നോക്കിയാൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാ? യൂദാ ഗോത്രമാണ് ഏറ്റവും മുന്നിൽ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ സംഖ്യാപുസ്തകം 10:14 ന്യായാധിപന്മാർ 1:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കും. ദേശം കൈവശപ്പെടുത്തുന്ന കാര്യത്തിലും ഇവരാണ് മുന്നിൽ നിൽക്കുന്നത്, യൂദാ ഗോത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. സോ മേ ദി ഓഫ് സ്പ്രിങ് കണ്ടിന്യൂ ടു ഡു ദ വർക്ക് ഓഫ് ലീഡർഷിപ്പ് ദാറ്റ് ജൂഡ റിസീവ്ഡ് ഫ്രം ജേക്കബ്. യാക്കോബിൽ നിന്നും യൂദയ്ക്ക് ലഭ്യമായ ഈ നേതൃസ്ഥാനം അത് തുടർന്നു പോട്ടെ, ഈ ജനിക്കുന്ന മക്കളിലൂടെ അത് തുടർന്നു പോട്ടെ എന്നുള്ള ഒരു അനുഗ്രഹമാണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വേഴ്സ് 13 to 17. ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗണിച്ചു, അവൾ അവനെ ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവൾ ഒരു മകനെ പ്രസവിച്ചു. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രയേലിൽ വിശുദ്ധമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനും ആയിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായിത്തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഉബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശ്ശായിയുടെ അപ്പൻ ഇവൻ തന്നെ. ഓക്കെ, അപ്പോൾ ഈ വായിച്ച വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് രൂത്തിന് വേണ്ടിയിട്ട് നവോമി ആഗ്രഹിച്ച വിശ്രാമ സ്ഥലം, ആ ഒരു ആഗ്രഹത്തെ ദൈവം മാനിച്ചു. മക്കൾ ഇല്ല എന്ന് കരുതിയിരുന്ന നവോമിക്ക് ഈ കഥയുടെ അവസാനത്തിലൊരു മകനും ഉണ്ടാവുന്നു. ഓക്കെ, നവോമിക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം അതും ഇവിടെ ദൈവം സോൾവ് ചെയ്യുന്നുണ്ട് ഒബേദ് എന്ന ആ കുഞ്ഞിലൂടെ. ഓക്കെ, ഒബേദ് എന്ന് വെച്ചാൽ മരിച്ച അവസ്ഥയിൽ കിടന്ന നവോമിക്ക് ഒരു ഉണർവ് നൽകിയ, ഒരു ഫ്രഷ്നെസ് നൽകിയ ഒരു ജനനമായിരുന്നു ഒബേദിൻ്റെ ജനനം. സോ വി സീ എ ഗോഡ് ഹു പ്രൊവൈഡ്സ് ദ ബേസിക്
ആൻഡ് urgent നീഡ്സ് ദാറ്റ് മാൻ ഫേസസ്. ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. ഹി നോസ് ദ സിറ്റുവേഷൻ ഓഫ് ദ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സാറ്റിസ്ഫൈസ് എവറി നീഡ് ബൈ പ്രൊവൈഡിങ് ഫോർ ദം. വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ബലഹീന ഭാഗങ്ങളായിട്ടുള്ള ആൾക്കാർ, ബലഹീനരായിട്ടുള്ള ആൾക്കാരുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുന്ന ഒരു ദൈവമാണ് യഹോവയായ ദൈവം. 7 ആൺമക്കളേക്കാൾ ഉന്നതയായിരിക്കുന്ന ഒരു മരുമകളെ ദൈവം നവമിക്ക് കൊടുത്തു, ഭക്ഷണം കൊടുത്തു, രൂത്തിനൊരു ഭർത്താവിനെ കൊടുത്തു, നവമിക്കൊരു കൊച്ചുമകനെ കൊടുത്തതിലൂടെ ഒരു വീണ്ടെടുപ്പുകാരനും നവമിക്കും ലഭ്യമായി. സോ ദിസ് ബുക്ക് ഓഫ് റൂത്ത് ഇസ് എ സ്റ്റോറി ഓഫ് ദ പ്രൊവിഡൻസ് ഓഫ് ഗാഡ്. ദൈവം കരുതുന്നു എന്നുള്ള ഒരു സന്ദേശത്തിൻ്റെ ഒരു പുസ്തകമാണ് നാം ഇവിടെ വായിക്കുന്നത്. സോ ദി ആപ്ലിക്കേഷൻ ഹിയർ ഇസ് വി ക്യാൻ ട്രസ്റ്റ് ഗോഡ് ടു പ്രൊവൈഡ് us for what we need at the time set by him. താൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ താൻ മതിയായവനാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ഹിസ് പ്രൊവിഡൻസ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈസ് എവറി നീഡ്, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇൻ അവർ ലൈഫ്സ്. നമ്മളുടെ ഭൗമികമായിട്ടുള്ളതും ആത്മികമായിട്ടുള്ളതുമുള്ള എല്ലാ ആവശ്യങ്ങളെ താൻ തൃപ്തിപ്പെടുത്തുമെന്നുള്ളത് നമുക്ക് അടിവരയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആൻഡ് ത്രൂ ദിസ് ആക്ട് ഓഫ് പ്രൊവിഷൻ ടു വൺ ഫാമിലി, ഗോഡ് പ്രൊവൈഡഡ് ഓർ പ്രൊവൈഡ്സ് ദ ലോങ് അവൈറ്റഡ് കിങ് ടു ഇസ്രായേൽ. ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ആവശ്യം നിറവേറ്റുന്നതിലൂടെ ഇസ്രായേലിന് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഒരു രാജാവ്. ആ രാജാവ് എന്നുള്ള റിക്വയർമെൻറ്റും ദൈവം ഇതിലൂടെ പൂർത്തിയാക്കി. ഗോഡ് ഹാഡ് പ്രോമിസ്ഡ് ജൂഡ ഓൺ പ്രൊവൈഡിങ് എ റൂളർ ഓവർ ഹിസ് പീപ്പിൾ, ആൻഡ് നൗ ദ ഡോർ ടു ഫുൾഫില്ലിംഗ് ദാറ്റ് പ്രൊഫസി ഹാസ് ഓപ്പൺ. യൂദയ്ക്ക് ദൈവം ഒരു പ്രവചനം കൊടുത്തിരുന്നു, ഒരു രാജാവ് തന്നിൽ നിന്ന് വരുന്നുള്ളത്. ആ രാജാവിൻ്റെ വരവിൻ്റെ ആദ്യ പടി നമ്മളിവിടെ കണ്ടു. ഓൾസോ റൂത്ത് serves to validate the choice of God on David. See, Perez was the ancestor to David, not Saul. ഇതിനു മുമ്പ് ശൗലായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവെങ്കിലും ശൗല് ബെന്യാമിൻ ഗോത്രക്കാരനും ദാവീദ് യഹൂദ ഗോത്രക്കാരനുമാണ്. ദാവീദിൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ആളാണ് പെരേസ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ ഇപ്പോൾ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ശൗലാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ രാജാവ് എപ്പോഴും ആരായിരുന്നു? ദാവീദായിരുന്നു എന്നുള്ളത് ഇവിടെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ. സോ ദിസ് ബുക്ക് ഓഫ് ഹിസ്റ്ററി ലെജിറ്റിമൈസസ് ദ ഡേവിഡിക് ലൈൻ ആൻഡ് ഡൈനാസ്റ്റി. അവസാനമായിട്ട് ഞാനൊരു ലെസൺ കൂടെ പറഞ്ഞ് നമുക്കിവിടെ ഈ വചന ശുശ്രൂഷ നിർത്താം. വി ഓൾസോ സീ ദാറ്റ് ഇൻ സാറ്റിസ്ഫൈയിങ് our greatest need of salvation, God took the most unlikely route, and equally crucial was the obedience of Ruth that enabled her to be a channel of blessing to the whole world. നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള രക്ഷ അത് പൂർത്തീകരിക്കുവാൻ ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്ത ഒരു വഴിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ അതുപോലെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ലോകത്തിന് മുഴുവനായിട്ട് ഒരു അനുഗ്രഹ വാഹനമായി തീരുവാൻ, അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ രൂത്തിൻ്റെ അനുസരണം ഇടയായെന്നുള്ളത് അതും മറ്റൊരു വസ്തുതയാണ്. ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഗോഡ്സ് ചോയ്സ് ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി, ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. ഈവൻ ദോ ഇസ്രായേൽ ഇസ് അൺഫെയ്ത്ത്ഫുൾ, we see that God moves everything in such a way that his plan for the redemption of mankind is accomplished. ഇസ്രായേൽ അവിശ്വസ്തത കാണിച്ചു, എന്നിരുന്നാൽ പോലും മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ദൈവം എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നുണ്ട്. ഗോഡ് മൂവ്സ് മാൻസ് ഹാർട്ട്സ് സോ ദാറ്റ് ദേ ചൂസ് ഗോഡ്. ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റുന്നു, അല്ലാതെ മനുഷ്യൻ സ്വതവേ തിരഞ്ഞെടുക്കുന്നതല്ല. ഒരു മനുഷ്യൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പടി ചെയ്തത് ദൈവമാണ്. ഹൃദയങ്ങളെ മാറ്റിയത് ദൈവമായതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ഇവൻച്വലി, in spite of human failures, his plan of his son's glory is accomplished. ഇതിലൂടെ ഈ പുസ്തകം നമ്മൾ തീർക്കുകയാണ് ഈ ഒരു സെഷനിലൂടെ. അടുത്ത തവണ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ ഒരു പുതിയ പുസ്തകമായിട്ട്
നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.